ഇതിനെതിരെ കർഷകൻ പരാതി നൽകി. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ഷാൾ ചക്രത്തിൽ കുരുങ്ങി അങ്കണവാടി അധ്യാപിക മരിച്ചു. പുതുരുത്തി സ്വദേശിനി മിനി വർഗീസാണ് മരിച്ചത്. ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് തീപിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. ആളൂർ സ്വദേശി ജുവിനാണ് മരിച്ചത്. പോർച്ചുഗൽ ഇന്ന് രണ്ടാം മത്സരശ്രീയെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. പ്രതിസന്ധി തുടർന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അടുത്ത മാസത്തേക്ക് നീളുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതും ഉപഭോഗം കുറയാത്തതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും മന്ത്രി. വാർത്തകൾ വിശദമായി. പത്മ പുരസ്കാര നിറവിൽ മലയാളം. പത്മഭൂഷൺ പുരസ്കാരം നടൻ മമ്മൂട്ടി ഏറ്റുവാങ്ങി. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൽ നിന്നാണ് മമ്മൂട്ടി പുരസ്കാരം ഏറ്റുവാങ്ങിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പത്മഭൂഷണും P. നാരായണൻ, ജസ്റ്റിസ് KT തോമസ് എന്നിവർ പത്മവിഭൂഷണും ഏറ്റുവാങ്ങി. ഇന്ത്യൻ സിനിമയ്ക്കും കലയ്ക്കും നൽകിയ മികച്ച സംഭാവനകൾ പരിഗണിച്ചാണ് രാജ്യത്തെ മൂന്നാമത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ പുരസ്കാരം മമ്മൂട്ടി ഏറ്റുവാങ്ങിയത്. श्री वेल्लापल्ली नटेश श्रीमती रंजनी AISF, AIYF പ്രവർത്തകർ തൃശൂർ DEO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. PM ശ്രീ പദ്ധതിക്കെതിരെ നടത്തിയ നിയമസഭാ മാർച്ചിന് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചായിരുന്നു DEO ഓഫീസ് മാർച്ച്. പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മോഡൽ ബോയ്സ് സ്കൂളിന് സമീപം SCP ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂരിലും പ്രവർത്തകർക്ക് നേരെ ചെളിവെള്ള പ്രയോഗം നടത്തിയെന്നാണ് ആരോപണം. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. ASF സെക്രട്ടറി മിഥുൻ പോട്ടക്കാരൻ, പ്രസിഡന്റ് അഭിറാം, VK വിനീഷ്, ലിനി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി മദ്യനയത്തിന് എന്തു മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാവനാസമ്പന്നമായ കർമ്മ പദ്ധതികളുമായാണ് മുഖ്യമന്ത്രി മുന്നോട്ടു പോകുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങളിൽ അദ്ദേഹവുമായി വിയോജിപ്പുണ്ട്. അക്കാര്യം നേരിട്ട് അറിയിച്ചിട്ടുമുണ്ട്. ജനവികാരം സർക്കാർ കണക്കിലെടുക്കണം. KK മഹേശന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം വെള്ളാപ്പള്ളിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പദപ്രയോഗങ്ങൾ SNDP ജനറൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. വ്യക്തിപരമായി തനിക്ക് അദ്ദേഹത്തോട് യാതൊരു വിരോധവുമില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകളിലും നടപടികളിലും നയങ്ങളിലുമാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. CPMന്റെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളിയുമായുള്ള കൂട്ടുകെട്ടാണെന്നും സുധീരൻ പറഞ്ഞു. മഹേഷിൻ്റെ ആത്മഹത്യയെ സംബന്ധിച്ച് അദ്ദേഹം തയ്യാറാക്കിയ കുറിപ്പും
അനുബന്ധമായി നടന്ന അതേക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യവും അത് വീണ്ടും ഉയർന്നു വന്നത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷവും ഉയർന്നു വന്നത് എനിക്ക് തോന്നുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളിയെ കുറച്ചൊരു പരിഭ്രാന്തനാക്കിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. കാരണം അദ്ദേഹം തന്നെ അവതരിപ്പിച്ച വിഷയങ്ങളും ആ അവതരണ രീതിയും അദ്ദേഹത്തിൻ്റെ പദപ്രയോഗങ്ങളും അതിലെ ഉള്ളടക്കവും ഒക്കെ അദ്ദേഹം വഹിക്കുന്ന SNDP യോഗത്തിൻ്റെ മഹത്തായ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അദ്ദേഹവുമായി വ്യക്തിപരമായി എനിക്ക് യാതൊരു വിരോധവുമില്ല. പ്രിയപ്പെട്ട K. കരുണാകരൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹമാണ് അന്ന് AP ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഘട്ടം ഘട്ടമായി മദ്യത്തിൻ്റെ ഉപയോഗം ലഭ്യത കുറച്ചുകൊണ്ടുവരിക, മദ്യനിരോധനത്തിലേക്ക് കാലക്രമേണ നീങ്ങുക എന്ന ആശയം ഉന്നയിച്ചത് നടപ്പാക്കാൻ ആരംഭിച്ചത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ AK ആൻ്റണി ചാരായ നിരോധനം ഏർപ്പെടുത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ബാറുകൾ നിരോധിച്ചുകൊണ്ട് കേവലം 29 ബാറുകൾ മാത്രമാക്കിയത്. ആ 29 ബാറുകളാണ് പിണറായിയുടെ ഭരണകാലത്ത് ഏതാണ്ട് ഒരു 1000-ഓളം ബാറുകളായി. ഞാൻ അതിന് അന്നേ മുതൽ ഫൈറ്റ് ചെയ്യുന്നത് എത്രയോ കത്തുകൾ കൊടുത്തു, എത്രയോ ലേഖനങ്ങൾ കൊടുത്തു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നടത്തി. പക്ഷേ കാര്യമായ ഒരു ചലനമുണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ് എന്നും മദ്യവിരുദ്ധ പ്രസ്ഥാനമാണല്ലോ, ലഹരിക്കെതിരാണ്, മദ്യത്തിനെതിരാണ്. സ്വാതന്ത്ര്യ സമരകാലം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയമാണ് മദ്യവർജനം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ആപൽക്കരമായ അവസ്ഥയിൽ നിന്നും മുക്തമായ ഒരു കേരളമാണ് വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കണം. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ചെമ്മീൻ കൃഷി നശിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് KSEB ഉദ്യോഗസ്ഥർക്കെതിരെ കർഷകൻ പരാതി നൽകി. പുല്ലൂറ്റ് നാരായണമംഗലം തെക്കേക്കുന്ന് വലിയപറമ്പിൽ ഹുസൈനാണ് ഫിഷറീസ് വൈദ്യുതി വകുപ്പ് മന്ത്രിക്കും കൊടുങ്ങല്ലൂർ MLA കൂടിയായ യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷിനും പുത്തഞ്ചിറ സെക്ഷനിലെ ജീവനക്കാർക്കെതിരെ പരാതി നൽകിയത്. വൈദ്യുതി തകരാറിനെ തുടർന്ന് ഹുസൈന്റെ ചെമ്മീൻ കൃഷി അപ്പാടെ നശിച്ചിരുന്നു. 40 ദിവസം പ്രായമുള്ള 4 ലക്ഷത്തോളം കുഞ്ഞുങ്ങളാണ് ചെമ്മീൻ പാടത്തുണ്ടായിരുന്നത്. ഇവയ്ക്ക് ഓക്സിജൻ നൽകുന്നതിനായി സ്ഥാപിച്ച വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന എയറേറ്റർ പ്രവർത്തിപ്പിക്കാനാകാതെ വന്നതിനെ തുടർന്നാണ് ചെമ്മീൻ കുഞ്ഞുങ്ങൾ കൂട്ടത്തോടെ ചത്തത്. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ സ്കൂട്ടറിൽ പോകുന്നതിനിടെ ഷാൾ ചക്രത്തിൽ കുരുങ്ങി അങ്കണവാടി അധ്യാപിക മരിച്ചു. പുതുരുത്തി സ്വദേശിനി ആലപ്പാടൻ വീട്ടിൽ 58 വയസ്സുള്ള മിനി വർഗീസാണ് മരിച്ചത്. അയൽവാസിയായ യുവാവിനോടൊപ്പം ഇലക്ട്രിക് സ്കൂട്ടറിൽ അങ്കണവാടിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. പുതുരുത്തി സ്കൂളിന് സമീപം വെച്ച് ഷാൾ സ്കൂട്ടറിന്റെ പിൻചക്രത്തിൽ കുടുങ്ങുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ മിനി വർഗീസിന്റെ തല റോഡിലിടിക്കുകയായിരുന്നു. എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് ജീപ്പ് ഇടിച്ച് പരിക്കേറ്റ 2 വിദ്യാർത്ഥികളിൽ ഒരാൾ ചികിത്സയിലിരിക്കെ മരിച്ചു. ആളൂർ ആനത്തടം പീണിക്കപ്പറമ്പിൽ രാജുവിന്റെ മകൻ 16 വയസ്സുള്ള ജുവീനാണ് മരിച്ചത്. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ തയ്യിൽ വീട്ടിൽ അനന്തകൃഷ്ണൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് ഡാൻസ് ഓഫ് സംഘം സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇടിച്ചത്. ഈ മാസം 15-ന് പോട്ട 3 പീടിക സംസ്ഥാന പാതയിൽ ആളൂർ കദളിച്ചിറയ്ക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ഇടവേള. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ, ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ, ഫുള്ളി നാച്ചുറലാ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറലാ. ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ, അപ്പക്കുട്ടനുണ്ട് ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ.
വാർത്തകൾ തുടരുന്നു. പ്രതിസന്ധി തുടർന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അടുത്ത മാസത്തേക്കും നീളും. പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതും ഉപഭോഗം കുറയാത്തതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ വിശദീകരിച്ചു. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വൈദ്യുതി കടം വാങ്ങിയിരുന്നു. ഇത് ജൂണിൽ തിരിച്ചു കൊടുക്കണം. അണക്കെട്ടുകളിൽ ജലനിരപ്പ് കുറയുകയാണ്. പുറത്തുനിന്ന് ആവശ്യത്തിന് വൈദ്യുതി വാങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. ഇതെല്ലാം ചേർത്ത് സംസ്ഥാനത്ത് എത്തിച്ചത് കടുത്ത പ്രതിസന്ധിയിലാണ്. ദിവസവും 900 മെഗാവാട്ടിന്റെ കുറവാണുള്ളത്. ഈ സാഹചര്യത്തിൽ രാത്രി 9-നും 12-നും ഇടയിൽ ഈ മാസം 30 വരെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി. പ്രതിസന്ധി നേരിടുന്നതിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ അടുത്തിടെ KSEB ടെൻഡർ ക്ഷണിച്ചിരുന്നു. ജൂലൈയിലേക്ക് ടെൻഡർ നൽകിയ കമ്പനി യൂണിറ്റിന് 10 രൂപ 99 പൈസ ആവശ്യപ്പെട്ടു. വൈദ്യുതി വാങ്ങാൻ 10 രൂപയ്ക്കപ്പുറം ചെലവിടരുതെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം. ഇതിൽ ഇളവ് തേടി KSEB കമ്മീഷന് കത്ത് നൽകിയിട്ടുണ്ടെന്നും വൈദ്യുതി മന്ത്രി അറിയിച്ചു. ന്യൂസ് ഡെസ്ക് TCV. കേന്ദ്ര ന്യൂനപക്ഷ ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ രാജിവെച്ചു. രാജ്യസഭയിൽ അദ്ദേഹത്തിന്റെ കാലാവധി അവസാനിച്ചിരിക്കെയാണ് രാജി. രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജി സ്വീകരിച്ചു. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നു ജോർജ് കുര്യൻ. കേന്ദ്ര സഹമന്ത്രിയായതിനു പിന്നാലെ 2024 ഓഗസ്റ്റിലാണ് അദ്ദേഹത്തെ രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തത്. ഈ മാസത്തോടെ കാലാവധി കഴിഞ്ഞു. രാജ്യസഭയിലേക്ക് അദ്ദേഹത്തിന് വീണ്ടും BJP അവസരം നൽകിയിരുന്നില്ല. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോർജ് കുര്യൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജനവിധി തേടിയിരുന്നുവെങ്കിലും കനത്ത തിരിച്ചടിയാണ് ലഭിച്ചത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെയും നേതൃത്വത്തിൽ ശക്തൻ മത്സ്യ മാർക്കറ്റ്, ഇറച്ചി മാർക്കറ്റ് എന്നിവിടങ്ങളിൽ പരിശോധന നടത്തി. 26 സ്റ്റാളുകളിലാണ് പരിശോധന നടന്നത്. ന്യൂനതകൾ കണ്ടെത്തിയ 4 സ്റ്റാളുകൾക്ക് നോട്ടീസ് നൽകി. മത്സ്യത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് 63 സാമ്പിളുകൾ ലാബിലേക്ക് അയച്ചു. പരിശോധനയ്ക്ക് തൃശൂർ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരായ VH അഷറഫ്, സിക്താമോൾ, മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബ് അനലിസ്റ്റ് സുമേഷ്, തൃശൂർ കോർപ്പറേഷൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ് എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂരിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കാലാവധി കഴിഞ്ഞ പാൽ പിടികൂടി. ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന കമ്മിങ് സൂൺ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് 64 പാക്കറ്റുകളിലായി 32 ലിറ്റർ പാൽ പിടിച്ചെടുത്തത്. ശീതളപാനീയ വിൽപ്പന സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് കാലാവധി കഴിഞ്ഞ പാൽ പിടികൂടിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ എബീഷ് K. ആന്റണി, ജയജയമാരായ S. മഹേഷ്, പ്രിയ എന്നിവരടങ്ങിയ സംഘമാണ് റെയ്ഡ് നടത്തിയത്. നാട്ടിലെ പകർച്ചവ്യാധികൾ വ്യാപകമായതിൻ്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ നഗരസഭ ആരോഗ്യ വിഭാഗം വ്യാപകമായ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുക. പരിശോധനയിൽ നമ്മുടെ കൊടുങ്ങല്ലൂർ ടൗണിൽ കമ്മിങ് സൂൺ എന്ന് പറയുന്ന ഒരു ജ്യൂസ് കട, ആ കടയിൽ നിന്നും പിടിച്ച പാലാണിത്. കാലാവധി കഴിഞ്ഞിട്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാല് കണ്ടെത്തുകയും അത് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ പിടിച്ചുകൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുള്ളത്. തൃശൂർ DCC ഓഫീസിന് മുന്നിൽ ഒരു കൂട്ടം ആളുകൾ നടത്തിയ തെരുവ് നാടകം മറ്റത്തൂർ പഞ്ചായത്തിൽ ഉടൻ അവതരിപ്പിക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയം കണക്കിലെടുത്ത് BJPയെ സന്തോഷിപ്പിക്കാനായിരുന്നുവെന്ന് കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ. പുറത്താക്കപ്പെട്ട 3 നേതാക്കളാണ് ഇതിന് പിന്നിൽ. DCC പ്രസിഡന്റിന്റെ കോലവുമായി പ്രതിഷേധത്തിനെത്തിയവരിൽ ഭൂരിഭാഗവും കോൺഗ്രസുമായി ബന്ധമില്ലാത്തവരാണ്. പാർട്ടി പ്രവർത്തകർ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും ബ്ലോക്ക് പ്രസിഡന്റ് പറഞ്ഞു. കോൺഗ്രസിന് സംസ്ഥാനത്ത് മണ്ഡലം കമ്മിറ്റി ഇല്ലാത്ത ഏക പഞ്ചായത്താണ് മറ്റത്തൂർ. വിഭാഗീയത പരിഹരിച്ച് മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ യോഗ്യനായ ഒരാളെന്ന നിലയ്ക്കാണ് ഹസൻ വില്ലത്തിനെ പുതിയ മണ്ഡലം പ്രസിഡന്റായി DCC നേതൃത്വം നിയോഗിച്ചതെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വ്യക്തമാക്കി. നേതാക്കളായ ബെന്നി തൊണ്ടുങ്ങൽ, AB പ്രിൻസ്, ശിവരാമൻ പോതിയിൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. DCC ഓഫീസിന് മുന്നിലെ സമരവും പോലീസ് നടപടിയും കോൺഗ്രസിന്റെ ആഭ്യന്തര ജീർണത വ്യക്തമാക്കുന്നുവെന്ന് CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ. മറ്റത്തൂരിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങൾക്കും BJP പാളയത്തിൽ ചേരാൻ യാതൊരു മടിയുമുണ്ടായില്ല. ഇവരുടെ സംയുക്ത ഭരണം ഇപ്പോഴും തുടരുകയാണെന്നും അദ്ദേഹം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. KSU ജില്ലാ പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറിയുടെ കാലുവെട്ടുമെന്ന് ഭീഷണി മുഴക്കി. ഇതിന്റെ ശബ്ദരേഖ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. ഇതിലൊന്നും യാതൊരു പ്രതികരണവും ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. പാർട്ടിക്കകത്തെ തർക്കങ്ങൾ ക്രമസമാധാന പ്രശ്നമായി വളർന്നതുകൊണ്ടാണ് ഭരണകക്ഷി പോലീസിനെ ഉപയോഗിച്ചതെന്നും KV അബ്ദുൽ ഖാദർ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയമെന്നത് അംഗത്വമെടുക്കലോ സിന്ദാബാദ് വിളിക്കലോ അല്ലെന്ന് സാഹിത്യ നിരൂപകൻ MN കാരശ്ശേരി. എതിര് പറയാൻ ആളില്ലാത്തതിനാലാണ് CPM ഇത്രമേൽ അധപതിച്ചതെന്നും MN കാരശ്ശേരി തൃശൂരിൽ പറഞ്ഞു.
KPCC വിചാർ വിഭാഗ് തൃശൂർ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാലചന്ദ്രൻ വടക്കേടത്ത് സ്മാരക പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസുകാരന്റെ മകനാണെങ്കിലും താൻ ഒരിക്കലും കോൺഗ്രസിൽ അംഗത്വം എടുത്തിട്ടില്ല. എത്ര വിമർശിച്ചാലും പിണങ്ങാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഗ്രൂപ്പ് വഴക്കില്ലാതെയും നേതാവാകാമെന്ന് തെളിയിച്ചാലാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കഴിഞ്ഞ കാലത്ത് പാർട്ടിയും സർക്കാരുമെല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചു. ഇതിന്റെ പ്രതിഫലനമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും MN കാരശ്ശേരി കൂട്ടിച്ചേർത്തു. സാഹിത്യ അക്കാദമി ഹാളിൽ നടന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പുരസ്കാരം സമ്മാനിച്ചു. കേരള രാഷ്ട്രീയത്തിലെ തിരുത്തൽ ശക്തിയായി MN കാരശ്ശേരി മാറട്ടെയെന്ന് സുധീരൻ പറഞ്ഞു. KPCC വിചാർ വിഭാഗ് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ജെയിംസ് ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണം നടത്തി. ഡോക്ടർ PV കൃഷ്ണൻ നായർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, വിചാർ വിഭാഗ് സംസ്ഥാന സെക്രട്ടറി രാമചന്ദ്രൻ പള്ളിയിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ആൻഡോ കുണ്ടുകുളം, ബാലചന്ദ്രൻ വടക്കേടത്തിന്റെ സഹധർമ്മിണി സതി എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാസലഹരിയുമായി യുവാവ് അറസ്റ്റിൽ. ഒഡീഷ സ്വദേശി സുധം മാലിക്കിനെയാണ് 4.84 ഗ്രാം ഹെറോയിനുമായി തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും റെയിൽവേ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, RPF SI ഗീതു കൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീവ്, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ് തുടങ്ങിയവർ രാസലഹരി പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. അയ്യന്തോൾ പുതൂർക്കര സ്വദേശി ഷിയോണിനെ മുറിവേൽപ്പിച്ച് വധിക്കാൻ ശ്രമിച്ച കേസിൽ 5-അംഗ സംഘത്തിലെ 2 പേരെ വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. പുല്ലഴി ശിവരാമപുരം ഉന്നതിയിലെ താമസക്കാരായ വെളുത്തുകുറുപ്പ് വീട്ടിൽ ശ്രീരാജ്, കുന്നത്തുള്ളി വീട്ടിൽ ആദിത്യൻ എന്നിവരെയാണ് വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ഈ മാസം 9-ന് ശിവരാമപുരം ഉന്നതിയിൽ 5-അംഗ സംഘം ഷിയോണിനെ പേപ്പർ കട്ട് ചെയ്യുന്ന ബ്ലേഡ് കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. ഇൻസ്പെക്ടർ E. അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പോലീസുകാരെ ഗുണ്ട് എറിഞ്ഞ് ദേഹോപദ്രവം ചെയ്ത കേസിലെ പ്രതി പിടിയിൽ. GRM സ്വദേശി അരിമ്പൂർ പല്ലൻ വീട്ടിൽ സഞ്ജയ് നിക്സനെയാണ് തൃശൂർ വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ഈ മാസം 20-നാണ് കേസിനാസ്പദമായ സംഭവം. തൂഫാൻ ഡ്യൂട്ടിക്കായി ഇറങ്ങിയ തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ടോണി തരകൻ, സത്യജിത്ത്, സിവിൽ പോലീസ് ഓഫീസർ വിനീഷ് ഭരതൻ എന്നിവർക്ക് നേരെയാണ് പ്രതി ഗുണ്ട് എറിഞ്ഞത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. സ്കൂൾ കുട്ടികളെയും യുവാക്കളെയും ലക്ഷ്യമിട്ട് ലഹരി വിൽപ്പന നടത്തിവന്ന സംഘത്തെ കയ്പമംഗലം പോലീസ് പിടികൂടി. നിരവധി കേസുകളിൽ പ്രതിയായ കൂരിക്കുഴി സ്വദേശി തിണ്ടിക്കൽ വീട്ടിൽ ഹസീബ്, കൂട്ടാളികളായ നാട്ടിക സ്വദേശി എടക്കണ്ടിയിൽ വീട്ടിൽ ആകാശ് ബാബു, താന്യം പെരിങ്ങോട്ടുകര സ്വദേശി വടക്കേകുന്നത്ത് വീട്ടിൽ അരുൺ എന്നിവരാണ് അറസ്റ്റിലായത്. തിങ്കളാഴ്ച രാത്രി പെരിഞ്ഞനത്തുള്ള ഹസീബിന്റെ വീട്ടിൽ വെച്ചാണ് പ്രതികളെ പോലീസ് വലയിലാക്കിയത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നദീമുദ്ദീന്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കഞ്ചാവും ഹാഷിഷ് ഓയിലും പോലീസ് പിടിച്ചെടുത്തത്. കയ്പമംഗലം SHO ബിജിത്ത്, SI അജാസുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയുടെ പശ്ചാത്തലത്തിൽ നേതാക്കൾക്കെതിരെ വിമർശനവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ. നേതാക്കളുടെ ഭാഷാശൈലിയും പെരുമാറ്റവും പരിശോധിക്കണമെന്ന് ചിന്താ വാരികയിലെഴുതിയ ലേഖനത്തിൽ ശൈലജ തുറന്നടിക്കുന്നു. തിരിച്ചുവരവ് അനിവാര്യമാണ് എന്ന പേരിലാണ് ശൈലജയുടെ ലേഖനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM നേരിട്ടത് നിസാര തോൽവിയല്ല. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തിരിച്ചടി നേരിട്ടു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലെ തോൽവി പഠിക്കണം.
ഉറച്ചു നിന്നവർ പോലും ഇടതുപക്ഷത്തു നിന്ന് മാറി. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ശൈലീമാറ്റം അനിവാര്യമാണ്. ഭാഷാശൈലിയും പെരുമാറ്റവും ജീവിത രീതിയും പരിശോധിക്കണമെന്നും കെ ശൈലജ ആവശ്യപ്പെട്ടു. LDFന് 99 സീറ്റിൽ നിന്ന് 35 ചുരുങ്ങേണ്ടി വന്നു. പല ഘടകകക്ഷികൾക്കും ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. അവർക്കെല്ലാം പഴയ സ്ഥിതി വീണ്ടെടുക്കാൻ കഴിയണം. BJP 3 സീറ്റുകൾ നേടിയത് ഗൗരവമുള്ള കാര്യമാണെന്നും ലേഖനത്തിൽ പറയുന്നു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടി ഉത്കണ്ഠയുണ്ടാക്കുന്ന വ്യതിയാനമാണ്. പ്രശ്നങ്ങൾ യഥാസമയം പരിഹരിച്ചില്ലെന്നും വിമർശനമുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. ഇനി ലോകകപ്പ് വിശേഷങ്ങളുമായി കളിക്കാലം. മെഡിക്കൽ ഷോപ്പുകൾക്ക് മുന്നിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഡിസ്കൌണ്ട് ബോർഡുകൾ സ്ഥാപിക്കുന്നത് വിലക്കുന്ന ഡ്രഗ്സ് കൺട്രോളറുടെ സർക്കുലർ ഹൈക്കോടതി ശരിവച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഡിസ്കൌണ്ട് ബോർഡുകൾക്ക് വിലക്കേർപ്പെടുത്തിയതെങ്കിലും വിലക്കുറവിൽ മരുന്നുകൾ വിൽക്കുന്നതിന് തടസ്സമില്ലെന്ന് കോടതി വ്യക്തമാക്കി. 80% വരെ ഡിസ്കൌണ്ട് ലഭിക്കുമെന്ന തരത്തിൽ സ്ഥാപിക്കുന്ന ബോർഡുകൾ പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. ഈ വിശദീകരണം കോടതി അംഗീകരിച്ചു. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായി തെക്കേ ഗോപുരനടയിൽ നിന്നും BKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് റാലി സംഘടിപ്പിച്ചു. കായിക താരങ്ങൾ, കായിക പ്രേമികൾ, വിവിധ കായിക അസോസിയേഷനുകൾ, ദേശീയ അന്തർദേശീയ താരങ്ങൾ തുടങ്ങിയവർ റാലിയിൽ അണിചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് C. സുമേഷ്, ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ജോഫി മാത്യു, സെക്രട്ടറി KR സുരേഷ്, തൃശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരൺ, അർജുന അവാർഡ് ജേതാവ് TV പോളി, മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ, വർഗീസ് ആലുക്ക തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ പ്രമുഖ കായിക സംഘാടകനും ദേശീയ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരവുമായിരുന്ന TT ജെയിംസിനെ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ആദരിച്ചു. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 വർഷ സൗജന്യ ഡിപ്ലോമ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിൽ 800ഓളം വരുന്ന ക്ലാസിഫൈഡ് ഫെസിലിറ്റി ഹോട്ടലുകളുടെ ഔദ്യോഗിക സംഘടനയാണ് ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ. SSLC, VHSC ആണ് അടിസ്ഥാന യോഗ്യത. പരിശീലന കാലത്ത് ട്യൂഷൻ ഫീ, ഭക്ഷണം, താമസം എന്നിവ സൗജന്യമായിരിക്കും. പ്രാക്ടിക്കൽ അടക്കമുള്ള റെഗുലർ ക്ലാസ് തുടങ്ങുമ്പോൾ 4000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. വിജയികൾക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള സ്റ്റെഡ് കൌൺസിലിന്റെ സർട്ടിഫിക്കറ്റും ഫെഡറേഷന്റെ ഹോട്ടലുകളിൽ പ്ലേസ്മെന്റും നൽകും. ഓൺലൈനായും ഓഫ്ലൈനായും അപേക്ഷ നൽകാം. IHM.FKHA.in എന്ന വെബ്സൈറ്റിൽ അപ്ലൈ ഓൺലൈൻ ലിങ്ക് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് യോഗ്യതാ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം IHM സെന്ററുകളിൽ നേരിട്ട് അപേക്ഷ നൽകാം. ജൂലൈ 30 വരെയാണ് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് IHM സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 8281386600 അല്ലെങ്കിൽ 7306383129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ലോക സംഗീത ദിനത്തോടനുബന്ധിച്ച് തൃശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സ്നേഹസംഗമം ഗാനസമാഗമം സംഘടിപ്പിച്ചു. തൃശൂർ ടൗൺഹാളിൽ നടന്ന സ്നേഹസംഗമത്തിൽ സംഗീത രംഗത്ത് 4 പതിറ്റാണ്ട് പൂർത്തിയാക്കുന്ന ഗായകനും സംഗീതജ്ഞനും സംഗീത അധ്യാപകനുമായ KP ബാലമുരളിയെ ആദരിച്ചു. അന്തരിച്ച നാടക സംഗീത സംവിധായകൻ പുത്തൂർ രാജനെ യോഗത്തിൽ അനുസ്മരിച്ചു. ചലച്ചിത്ര ഗാനരചയിതാവ് ജ്യോതിഷ് കാശി, P. വിനോദ്, നാദബ്രഹ്മം ട്രസ്റ്റിമാരായ തൃശൂർ H. ഗണേഷ്, മോഹൻകുമാർ പുളിക്കൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം K. രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ഗാനമേളയിൽ 30ഓളം ഗായകർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSTIയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും കളക്ടറേറ്റ് ധർണ നടത്തി. KSTA സംസ്ഥാന സെക്രട്ടറി MK നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു. FSETO ജില്ലാ പ്രസിഡന്റ് സാജൻ ഇഗ്നീഷ്യസ് അധ്യക്ഷത വഹിച്ചു. FSETO ജില്ലാ സെക്രട്ടറി E. നന്ദകുമാർ, KGOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ KR രാജീവ്, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. സുനിൽകുമാർ, KSTA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ PC സിജി, NGO യൂണിയൻ ജില്ലാ സെക്രട്ടറി PB ഹരിലാൽ, സംസ്ഥാന കമ്മിറ്റി അംഗം RL സിന്ധു, KGNA സംസ്ഥാന ട്രഷറർ NB സുധീഷ് കുമാർ, KNTO സംസ്ഥാന പ്രസിഡന്റ് K. ഗിരിധരൻ, PSEU ജില്ലാ സെക്രട്ടറി KC സുലോചനൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവ് ചികിത്സാ സഹായം തേടുന്നു.
അടാട്ട് സ്വദേശി കുരിയക്കോട്ട് ചന്ദ്രൻ മകൻ അമലാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. അമല നഗറിലുണ്ടായ വാഹന അപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ ആത്രേയ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന അമലിന്റെ ചികിത്സാ ചെലവിനായി വലിയൊരു തുക ആവശ്യമാണ്. ചികിത്സാ സഹായത്തിനായി അടാട്ട് 9-ാം വാർഡംഗം TD വിൽസൺ സെക്രട്ടറിയായും നിതിൻ പി ദാസൻ ട്രഷററായും ചികിത്സാ സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട്. സുമനസ്സുകൾക്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ മുതുവറ ബ്രാഞ്ചിലെ 4036 61 08 4531 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ് തൃശൂർ. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര ദുരന്തത്തിൽ ജീവൻ നഷ്ടമായവരുടെ കുടുംബാംഗങ്ങൾക്ക് റീഗൽ ജ്വല്ലേഴ്സ് പ്രഖ്യാപിച്ച ധനസഹായം കൈമാറി. റീഗൽ ജ്വല്ലേഴ്സ് ചെയർമാൻ TK ശിവദാസനാണ് ധനസഹായം കൈമാറിയത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വെടിക്കെട്ടുപുര ദുരന്തത്തിൽ മരണമടഞ്ഞ 16 പേരുടെയും കുടുംബങ്ങൾക്ക് ഓരോ ലക്ഷം രൂപ വീതമാണ് റീഗൽ ജ്വല്ലേഴ്സ് ധനസഹായം നൽകിയത്. റീഗൽ ജ്വല്ലേഴ്സിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റായ റീഗൽ റിലീഫ് ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് ധനസഹായം വിതരണം ചെയ്തത്. ചടങ്ങിൽ ഡെപ്യൂട്ടി കളക്ടർ പ്രീതാസ് കറിയ, തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ, കമ്മിറ്റി അംഗം P ശശിധരൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. മുഹറം പൊതു അവധിയിൽ മാറ്റം. അവധി വെള്ളിയാഴ്ചയിലേക്ക് മാറ്റി. വ്യാഴാഴ്ച പ്രവൃത്തി ദിനമായിരിക്കും. കലണ്ടർ അനുസരിച്ച് നേരത്തെ അവധി വ്യാഴാഴ്ചയായിരുന്നു. മാസപ്പിറവി കണ്ടതനുസരിച്ച് മുഹറം വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് അവധി മാറ്റം. ദേശീയപാത 6 പാത നിർമ്മാണത്തിന് ശേഷം മണ്ണുത്തിയിലുണ്ടാകുന്ന അതിരൂക്ഷമായ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ. വിദഗ്ധ സമിതി തയ്യാറാക്കുന്ന മാസ്റ്റർ പ്ലാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം നടപ്പാക്കുമെന്നും മേയർ പറഞ്ഞു. മണ്ണുത്തിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷമാണ് മേയർ ഇക്കാര്യം അറിയിച്ചത്. കാനകൾ ശാസ്ത്രീയമായി നിർമ്മിക്കാത്തതും പല സ്ഥലങ്ങളിലും കാനകളുടെ പണി പൂർത്തീകരിക്കാത്തതുമാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നതെന്ന് പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TR സന്തോഷ്, കോർപ്പറേഷൻ കൌൺസിലർമാരായ സിൻഡാമോൾ സോജൻ, നീതു സുമേഷ്, പേളി ജോസ് കുളങ്ങര, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MU മുത്തു തുടങ്ങിയവർ സന്ദർശക സംഘത്തിൽ ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,375 രൂപ, പവന് 1,07,000 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ് തൃശൂർ, സുൽത്താൻപേട്ട് റോഡ് പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ് തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ് തൃപ്രയാർ. പത്മ പുരസ്കാര നിറവിൽ മലയാളം. പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി നടൻ മമ്മൂട്ടി. തൃശൂർ DEO ഓഫീസിലേക്ക് AIYF-ഉം AISF-ഉം സംയുക്തമായി നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയ്ക്ക് വിരുദ്ധമായി മദ്യനയത്തിന് എന്ത് മാറ്റം വന്നു എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ. KK മഹേശന്റെ മരണത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന ആവശ്യം വെള്ളാപ്പള്ളിയിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സുധീരൻ. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിൽ ചെമ്മീൻ കൃഷി നശിച്ച സംഭവം. KSEB ഉദ്യോഗസ്ഥർക്കെതിരെ കർഷകൻ പരാതി നൽകി. വടക്കാഞ്ചേരി പുതുരുത്തിയിൽ സ്കൂട്ടറിൽ സഞ്ചരിക്കുന്നതിനിടെ ഷാൾ ചക്രത്തിൽ കുരുങ്ങി അങ്കണവാടി അധ്യാപിക മരിച്ചു. പുതുരുത്തി സ്വദേശിനി മിനി വർഗീസ് ആണ് മരിച്ചത്. ആളൂരിൽ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോലീസ് തീപിടിച്ച് പരിക്കേറ്റ വിദ്യാർത്ഥി മരിച്ചു. ആളൂർ സ്വദേശി ജുവിനാണ് മരിച്ചത്.
പോർച്ചുഗൽ ഇന്ന് രണ്ടാം മത്സരത്തിനിറങ്ങും. കോങ്കോയോട് സമനില വഴങ്ങിയ പോർച്ചുഗലിന് ഇന്നത്തെ മത്സരം നിർണായകം. ഓസ്ട്രിയയെ തകർത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ലോകകപ്പിന്റെ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. പ്രതിസന്ധി തുടർന്നാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം അടുത്ത മാസത്തേക്ക് നീളുമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. പ്രതീക്ഷിച്ച മഴ ലഭിക്കാത്തതും ഉപഭോഗം കുറയാത്തതുമാണ് നിയന്ത്രണത്തിന് കാരണമെന്നും മന്ത്രി. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.